ലോക നയതന്ത്ര ഭൂപടത്തിൽ തീ പടർത്തിയ ഒരു ചിത്രം. ഒരു SUV കാറിൽ വെച്ച് രണ്ട് ലോക നേതാക്കൾ ചേർന്നൊരു സെൽഫി എടുത്തു. അതൊരു നിമിഷത്തെ ഫോട്ടോയല്ല, മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ മുഖത്തു നോക്കി ഇന്ത്യ നൽകിയ ശക്തമായ ഒരു മറുപടിയായിരുന്നു. അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യയുടെ മേൽ വിലപ്പോവില്ലെന്ന് പ്രഖ്യാപിച്ച ധീരമായ നിലപാട്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരുമിച്ചുള്ള ആ കാർ യാത്രയും സെൽഫിയും വെറും ഒരു യാത്രയായിരുന്നില്ല. അത് അമേരിക്കൻ വിദേശ നയത്തിന്റെ കരണത്തേറ്റ അടിയായിരുന്നു. എന്താണ് ഈ ചിത്രത്തിന്റെ പിന്നിലെ കഥ? ഒരു സാധാരണ SUV-യിൽ വെച്ച് എടുത്ത സെൽഫി എന്തിനാണ് അമേരിക്കൻ ഭരണകൂടത്തെ ഇത്രയധികം പ്രകോപിപ്പിച്ചത്? റഷ്യൻ എണ്ണയുടെ പേരിലും പ്രതിരോധ ബന്ധങ്ങളുടെ പേരിലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ ട്രംപ് ഭരണകൂടത്തിന് എവിടെയാണ് പിഴച്ചത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരു SUV-യിൽ യാത്ര ചെയ്ത സെൽഫി ചിത്രം ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് വനിതയായ ഡിസ്നി കംലാർഡോവ് ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ചത്. ഈ വിമർശനങ്ങളുടെ പ്രധാന പോയിന്റുകൾ നോക്കാം. 1. സെൽഫിയുടെ നയതന്ത്രപരമായ വില. മോദി പുടിൻ സെൽഫി വെറുമൊരു ചിത്രമല്ലെന്നും അത് 1000 വാക്കുകളേക്കാൾ വിലയുള്ളതാണെന്നും അവർ വിശേഷിപ്പിച്ചു. റഷ്യൻ എണ്ണ പ്രതിരോധ ബന്ധങ്ങളുടെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ അമേരിക്ക നടത്തിയ ശ്രമങ്ങൾക്കുള്ള ശക്തമായ മറുപടിയായി ഈ ചിത്രം നിലകൊള്ളുന്നു എന്ന് അവർ വാദിച്ചു. 2. സ്വയം ദോഷകരമായ നയം. ഇന്ത്യയോടുള്ള ട്രംപിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് അവർ ഒരു ശക്തമായ പ്രയോഗം ഉപയോഗിച്ചു. നമ്മുടെ മുഖം വെറുക്കാൻ നമ്മുടെ മൂക്ക് മുറിക്കുന്നതിന് തുല്യമാണിതെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. ഇതിന്റെ അർത്ഥം ആരോടെങ്കിലും പ്രതികാരം ചെയ്യാനോ ഒരു പ്രത്യേക ലക്ഷ്യം നേടാനോ വേണ്ടി സ്വയം ദോഷകരവും വേദനാജനകവുമായ ഒരു നടപടി സ്വീകരിക്കുക. അതായത് ഇന്ത്യയെ ശിക്ഷിക്കാൻ ശ്രമിച്ചതിലൂടെ അമേരിക്കയ്ക്ക് തന്നെയാണ് നഷ്ടമുണ്ടായതെന്ന് അവർ വാദിച്ചു. 3. ഇന്ത്യയെ റഷ്യയിലേക്ക് അടുപ്പിച്ചത്. ഇന്ത്യയെ റഷ്യയുമായി കൂടുതൽ അടുപ്പിച്ചത് അമേരിക്കയുടെ സമീപനമാണെന്നവർ തുറന്നടിച്ചു. അമേരിക്ക സ്വീകരിച്ച കടുപ്പമേറിയ നയങ്ങളാണ് ഇന്ത്യയെ റഷ്യയുടെ തന്ത്രപരമായ പങ്കാളിയാക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അവരുടെ പ്രധാന വാദം. 4. തന്ത്രപരമായ പങ്കാളികളെ കൈവിടുന്നു. നിലവിലെ ഭരണകൂടം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപരമായ വിശ്വാസത്തിനും പരസ്പര ധാരണയ്ക്കും കേടുപാടുകൾ വരുത്തിയെന്ന് അവർ ആരോപിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങളും അടിസ്ഥാനമില്ലാത്ത തീരുവകളും ഇന്ത്യയെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കല്ല മറിച്ച് റഷ്യയിലേക്കാണ് തള്ളിവിടുന്നതെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ തന്ത്രപരമായ പങ്കാളികളെ എതിരാളികളുടെ കൈകളിലേക്ക് തള്ളിവിട്ടുകൊണ്ട് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കില്ലെന്നും അവർ ഉറപ്പിച്ചു പറഞ്ഞു. ഈ വിമർശം അമേരിക്കൻ വിദേശ നയം പുനഃപരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയെയാണ് സൂചിപ്പിക്കുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള പുടിന്റെ ആദ്യത്തെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനമായിരുന്നു ഇത്. സാധാരണയായി ഉപയോഗിക്കുന്ന കവചിത ലിമോസിനുകൾക്ക് പകരം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഉപയോഗിക്കുന്ന വെളുത്ത ടൊയോട്ട ഫോർച്യൂണർ SUV-യിലാണ് ഇരു നേതാക്കളും യാത്ര ചെയ്തത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള ഈ കാർ യാത്ര എന്റെ ആശയമായിരുന്നു. അത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ പ്രതീകമായിരുന്നു എന്ന് പുടിൻ പിന്നീട് വെളിപ്പെടുത്തി. ഈ അനൗപചാരികമായ കാർപൂളും സെൽഫിയും റഷ്യൻ എണ്ണ പ്രതിരോധ ബന്ധങ്ങളിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്കുള്ള പ്രകടമായ എതിർബിന്ദുവായി മാറി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ഈ സെൽഫി ഇന്ത്യയുടെ വിദേശ നയത്തിലെ സ്വതന്ത്രമായ നിലപാടുകൾക്ക് അടിവരയിടുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു ആഗോള ശക്തിയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തങ്ങളുടെ ദേശീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായ പങ്കാളിത്തങ്ങൾ ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയമാണ് ഈ അനൗപചാരിക ചിത്രം ലോകത്തിന് നൽകുന്ന സന്ദേശം. ഇന്ത്യ റഷ്യ ബന്ധം എങ്ങനെ ഉടലെടുത്തു എന്ന് നോക്കാം. ലോക പ്രശസ്ത മാധ്യമങ്ങളായ ടൈമും ഫോർബ്സും ലോകത്തെ ഏറ്റവും ശക്തനായ നേതാവെന്ന് വിളിച്ച വ്യക്തി, കഴിഞ്ഞ 25 വർഷക്കാലമായി റഷ്യ എന്ന രാജ്യത്തെ തന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് നയിക്കുന്ന വ്യക്തി വ്ളാഡിമിർ പുടിൻ. റഷ്യക്കാർക്കിടയിൽ വീരനായകനായ പുടിൻ ഇന്ത്യയിലെത്തി. പ്രധാനമന്ത്രി മോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തതോടെ പണ്ടത്തേക്കാൾ കൂടുതൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായെന്ന് തന്നെ ഉറപ്പിക്കാം. യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശം തുടങ്ങി 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും പല വിശകലന വിദഗ്ധർ സമ്മതിച്ചു തരുന്നില്ലെങ്കിലും ഇന്ന് റഷ്യക്ക് കൂടുതൽ സുഹൃത്തുക്കളുണ്ട്. ഇറാനുമായുള്ള റഷ്യയുടെ പങ്കാളിത്തം, യുക്രൈൻ യുദ്ധമേഖലയിലേക്ക് ഉത്തര കൊറിയയുടെ സൈന്യത്തെ കൊണ്ടുവന്നത്, ചൈനയിൽ നിന്നുള്ള നിരന്തരമായ സാമ്പത്തിക സഹായം എന്നിവയെല്ലാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം മെച്ചപ്പെട്ട ബന്ധങ്ങളായിരുന്നു. എന്നാൽ ചർച്ചകളിൽ ഇല്ലാതിരുന്ന ഇന്ത്യ റഷ്യ ബന്ധം ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്.
എങ്ങനെയായിരുന്നു ഈ ബന്ധത്തിന്റെ തുടക്കം? ഇന്ത്യയും റഷ്യയും വിശ്വസ്തമായ സുഹൃത്തുക്കളായതെങ്ങനെ? സോവിയറ്റ് കാലം മുതൽ തന്നെ ഇന്ത്യയുമായി റഷ്യയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് 1947 ഏപ്രിലാണ് ഇന്ത്യ സോവിയറ്റ് യൂണിയനുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത്. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം റഷ്യയ്ക്ക് മറ്റ് പ്രധാന പങ്കാളികളുമായുള്ള ബന്ധത്തെക്കാൾ ഒരുപാട് കാലം മുമ്പുള്ളതും ആഴമേറിയതുമാണ്. സൈനിക ബന്ധങ്ങളും മൊത്തത്തിലുള്ള സാമ്പത്തിക നയങ്ങളും ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ഐക്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിരുന്നു. പരമ്പരാഗതമായി ഇന്ത്യ റഷ്യൻ തന്ത്രപരമായ പങ്കാളിത്തം 5 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രാഷ്ട്രീയം, പ്രതിരോധം, സിവിൽ ആണവോർജം, തീവ്രവാദ വിരുദ്ധ സഹകരണം, ബഹിരാകാശ യാത്രകളുടെ പുരോഗതിയും പര്യവേക്ഷണ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ പ്രധാന രാഷ്ട്രീയ സംരംഭം 2000 ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്തത്തോടെയാണ് ആരംഭിച്ചത്. 2012നും 2016നും ഇടയിൽ ഇന്ത്യയുടെ പ്രതിരോധ ഇറക്കുമതിയുടെ 68% റഷ്യയാണ് വഹിക്കുന്നത്. നാവിക യുദ്ധക്കപ്പലുകൾ, KA-2260 ഇരട്ട എഞ്ചിൻ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള കരാറുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് ഇന്ത്യയും റഷ്യയും അവരുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രതിരോധ നിർമ്മാണ സഹകരണം കൂടുതൽ ശക്തമാക്കിയതും നാം കണ്ടു. 2013 മുതൽ 2022 വരെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിതരണം ചെയ്തത് റഷ്യ ആയിരുന്നു. ഇതുകൂടാതെ ഇന്ത്യയുമായി വാർഷിക മന്ത്രിതല പ്രതിരോധ അവലോകനങ്ങൾക്കുള്ള സംവിധാനം നിലവിലുള്ള ലോകത്തിലെ 2 രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. ഇന്നിപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ താരതമ്യേന ഉയർന്ന തീരുവ ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന്റെ ഫലമായാണ് അടുത്തിടെ ഇന്ത്യ റഷ്യ ബന്ധം വീണ്ടും വാർത്തകളിൽ ഇടം നേടിയത്. അടുത്തിടെ അലാസ്കയിൽ നടന്ന ഉഭയകക്ഷി ഉച്ചകോടിയിൽ ചർച്ച ചെയ്ത മൊത്തത്തിലുള്ള US റഷ്യൻ ബന്ധത്തിലും ഈ വ്യാപാര താരിഫ് പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുടിന് ഇന്ത്യയോടുള്ള സമീപനവും ഇന്ത്യയോട് അടുക്കാനുള്ള താല്പര്യങ്ങളെക്കുറിച്ചും ഇന്ത്യയിലെത്തിയ പുടിൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം ഏകദേശം $70 ബില്യൺ ഉയർന്നിരുന്നു. 2030 ഇത് $100 ബില്യൺ ഉയർത്താൻ ലക്ഷ്യമിടുകയാണ് എന്നുമാണ് റിപ്പോർട്ടുള്ളത്. ഇന്ത്യയും റഷ്യയും ഇത്രത്തോളം അടുത്തത് അമേരിക്കയ്ക്ക് അത്ര പിടിച്ചിരുന്നില്ല. ഒടുവിൽ ഈ സെൽഫി ചിത്രം അടിവരയിടുന്ന യാഥാർത്ഥ്യം ഇതാണ്. അമേരിക്കൻ വിദേശ നയം അതിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ പിഴവിലാണ്. റഷ്യൻ എണ്ണ പ്രതിരോധ ബന്ധങ്ങളെ ചൊല്ലി ഇന്ത്യ സമ്മർദ്ദത്തിലാക്കി കീഴ്പ്പെടുത്താൻ ശ്രമിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനം നമ്മുടെ മുഖം വെറുക്കാൻ നമ്മുടെ മൂക്ക് മുറിക്കുന്നതിന് തുല്യമായി. ട്രംപിന്റെ സമർത്ഥ തന്ത്രങ്ങൾ ഇന്ത്യയെ പാശ്ചാത്യ ലോകത്തേക്ക് അടുപ്പിക്കുന്നതിന് പകരം കാലാന്തരമായി വിശ്വസ്തനായ സുഹൃത്തായ റഷ്യയുടെ കൈകളിലേക്ക് കൂടുതൽ ദൃഢമായി എത്തിച്ചു. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള നേതാവിന്റെ നയതന്ത്ര വൈഭവം ശ്രദ്ധേയമാകുന്നത്. ഒരു ആഗോള ശക്തിയുടെ ഭീഷണികൾക്ക് മുന്നിലും തലകുനിക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും താല്പര്യങ്ങളും ഉയർത്തിപ്പിടിക്കാനുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ദൃഢനിശ്ചയം ഈ ഒറ്റ സെൽഫിയുടെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിക്കപ്പെട്ടു. മോദിയും പുടിനും ചേർന്നുള്ള ആ അനൗപചാരിക യാത്ര ഏത് സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യക്ക് സ്വന്തമായി വഴി തിരഞ്ഞെടുക്കാൻ ശേഷിയുണ്ട് എന്നതിന്റെ പ്രതീകമായി. ചുരുക്കത്തിൽ മോദി പുടിൻ സെൽഫി വെറുമൊരു ചിത്രമല്ല, അമേരിക്കൻ സമ്മർദ്ദ തന്ത്രങ്ങൾ പരാജയപ്പെട്ടതിന്റെ തെളിവും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ തന്റെ സ്വന്തം പാത വെട്ടിത്തെളിയിച്ചതിന്റെ വിജയഗാഥയുമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.